ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ തുരങ്കപാത അതിനുവേണ്ട ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. നാം കാണേണ്ടത് ചുരുങ്ങിയത് 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ, അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇതില് ജനങ്ങളാകെ മതിമറന്ന് സന്തോഷിക്കുകയാണ്. എന്നാൽ ആ സന്തോഷം ചിലരില് വല്ലാത്ത നിരാശയുണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായി കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, തെരുവിലുണ്ടായി, കോടതിയിൽ വരെ എത്തി. പക്ഷേ സർക്കാർ ഒരിഞ്ച് പിന്നോട്ട് പോയില്ല. എല്ലാ കാര്യങ്ങളും നല്ല ധാരണയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ ചുവടും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്തു. അപ്പോ കിഫ്ബിയെ തകർക്കാൻ കഴിയില്ല എന്ന നില വന്നപ്പോ ഓരോ ക്ഷേമ പദ്ധതി, വികസന പദ്ധതി, ഇതിനെയെല്ലാം തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന K-ഫോൺ, നടപ്പായി കഴിഞ്ഞ K-ഫോൺ, സാർവത്രിക ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് K-ഫോൺ വന്നത്. പക്ഷേ ആ പദ്ധതിയെ തകർക്കാനുള്ള ഇടപെടലുകളുമുണ്ടായി. ഒട്ടേറെ വ്യാജ പ്രചരണങ്ങൾ നടത്തി അതിനെ തകർക്കാൻ നോക്കി. കോടതിയെ സമീപിക്കുന്ന നിലയുമുണ്ടായി. സമീപിച്ചവരോട് കോടതി ചോദിച്ചു, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അത് ഹൈക്കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു. നാം കാണേണ്ടത് ഇതുകൊണ്ടൊന്നും ആ പദ്ധതി തകർന്നില്ല. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമായി K-ഫോൺ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വേറൊരു പദ്ധതിയെ തകർക്കാൻ നടത്തിയ ശ്രമം ഹൈക്കോടതി ചവറ്റുകൂട്ടിലേക്ക് എറിഞ്ഞത് ഈ അടുത്ത നാളിലാണ്. വികസന പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല, ക്ഷേമ പദ്ധതികളെയും തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ലൈഫ് മിഷനെ തകർത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് കിട്ടാതിരിക്കാനാണ് ചിലർ ശ്രമിച്ചത്. ഇപ്പോഴെന്തായി? കേരളത്തിൽ പൂർത്തിയാക്കിയ വീടുകൾ 4.5 ലക്ഷം കവിഞ്ഞു. അവിടെയെല്ലാം കുടുംബങ്ങൾ താമസിക്കുകയാണ്. അടുത്ത ഭാവിയിൽ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച വീടുകൾ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് ഫലപ്രദമായി കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ നൽകാതിരിക്കാൻ, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിലുണ്ടായി. നമ്മൾ അതിനും കീഴടങ്ങിയില്ല. ഇപ്പോ ക്ഷേമ പെൻഷൻ കാര്യത്തിൽ ഒരു കുടിശ്ശികയുമില്ല. എല്ലാവർക്കും
കൃത്യമായി തന്നെ പെൻഷൻ ലഭ്യമാക്കുകയാണ്. 60 ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് 1600 രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ നാം ലഭ്യമാക്കുന്നത്. അപ്പോൾ എല്ലാ പദ്ധതികളും പ്രതീക്ഷിതരും കൂടുതൽ നന്നായി നടപ്പാക്കാൻ നമുക്കാവുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തുരങ്കപാതയെയും കാണേണ്ടത്. ഈ തുരങ്കപാതയുടെ അലൈൻമെന്റിന് 2021 മെയ് 6 അംഗീകാരം നൽകിയത്. 2022 ഫെബ്രുവരി 25 ഭരണാനുമതി, മാർച്ച് 20 2143 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകി. 2024 ജനുവരി 11 2143 കോടി രൂപയുടെ താൽക്കാലിക സാങ്കേതിക അനുമതി നൽകി. ഫോറസ്റ്റ് ക്ലിയറൻസിനും മറ്റ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്കും ശേഷം 2025 ജൂലൈ 24 പ്രവർത്തികൾക്കായി നിർമ്മാണ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചു.